ജിതിൻ ദേവ്, ഇന്നിപ്പോൾ ഈ നമ്മുടെ മുന്നിലുള്ളത് ശബരിമല ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പാണ്. അതിൽ അവരൊരു വിശദീകരണം, അവരുടെ ചില ന്യായങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകുന്ന വിശദീകരണത്തെ താങ്കൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഗോപികൃഷ്ണൻ, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകിയ വിശദീകരണം കള്ളത്തരം പിടിക്കപ്പെട്ടപ്പോൾ ഉള്ള നിലവിളിയായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. നോക്കൂ, ഇന്നലെ വരെയൊക്കെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരും അല്ലെങ്കിൽ ഇത് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധികളും സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞിരുന്നുണ്ട് എന്താണ്, ഇത് വെറും എസ്റ്റിമേറ്റ് മാത്രമാണ്, അത്തരത്തിലൊരു ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നല്ലോ അവരുടെയൊക്കെ വാദം. ഇന്ന് ദേവസ്വം ബോർഡ് തന്നെ സമ്മതിച്ചിരിക്കുകയാണ് ഓഡിറ്റ് നടന്നിട്ടുണ്ട്, ഓഡിറ്റ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ശ്രീ പി കെ ഗോവൻ പറഞ്ഞില്ലേ, സ്പെഷ്യൽ കമ്മീഷണർ ദേവസ്വം ബോർഡിന്റെ അനുമതി ഇല്ലാതാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതി കൊടുക്കുന്നത്. ആർക്ക് വേണം നിങ്ങളുടെ ദേവസ്വം ബോർഡിന്റെ അനുമതി സ്പെഷ്യൽ കമ്മീഷണർക്ക് ഹൈക്കോടതി റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്? അദ്ദേഹം ഓഫീസർ ഓഫ് ദി കോർട്ടാണ്. അദ്ദേഹത്തിന് ആരുടെ അനുമതി ആവശ്യമില്ല. ദേവസ്വം ബോർഡിന്റെ അനുമതിയൊന്നും അദ്ദേഹത്തിന് വാങ്ങിക്കേണ്ട കാര്യമില്ല. 45 ദിവസത്തിനകം ഇതിന്റെ കൃത്യമായ വരവ് ചെലവ് കണക്കുകൾ കൊടുക്കണമെന്നും ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിൽ നിന്നും ഇതിനു വേണ്ടിയിട്ട് നയാ പൈസ ചെലവാക്കരുതെന്നും ഹൈക്കോടതിയുടെ കൃത്യമായ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിട്ടുമാണ് ഇത്ര വലിയ തീവട്ടിക്കൊള്ള അവിടെ നടന്നിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഗോപികൃഷ്ണൻ, നോക്കൂ എന്തുമാത്രം തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. നന്ദഗോവിന്ദം ഭജൻസ്, ഏത് നന്ദഗോവിന്ദം ഭജൻസ്? ഈ സ്ഥാനത്ത് വല്ല അലോഷിയുടെ പേര് വെച്ചാൽ ഒരുപക്ഷെ എങ്ങനെ അംഗീകരിച്ചേനെ, അങ്ങേര് പറഞ്ഞേനെ ശരി, ഞാൻ അവിടെ പോയി പാടിയിട്ടുണ്ട്, അത് രഹസ്യമായിട്ട് ഞാൻ പോയി പാടിയാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ നന്ദഗോവിന്ദം ഭജൻസ് പോലുള്ള ബ്രാൻഡുകളെ നിങ്ങൾ എന്തിനധികം വലിച്ചടിച്ചു? ഏത് പ്രതിനിധിയാണ് ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിപ്പിക്കാനായിട്ട് നിങ്ങൾ കൊണ്ടുവന്നത്? എന്തിനാണ് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ മൂന്നാറും ഈ കുമരകത്തും ഒക്കെ കൊണ്ടുവന്ന് പഞ്ചനക്ഷത്ര ഹോട്ടലെടുത്ത് ഇവരെ താമസിപ്പിച്ചത്? പിണറായി വിജയൻ വന്ന് പ്രസംഗിച്ചത് എന്താണ്? കല്ലും മുള്ളും കാലിൽ കുത്തി എന്നൊക്കെയല്ലേ പ്രസംഗിച്ചത്? ഏത് പ്രതിയുടെ കാലിലാണ് കല്ലും മുള്ളും കുത്തിയത്? ആരാണ് ഈ കടക്ക അടിച്ചുകൊണ്ട് പോയത്? 150 കടക്കുകൾ വാങ്ങിച്ചു, 50 കടക്കുകൾ കാണാനില്ലെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് പറയുന്നു. ഇത് ആരടിച്ചുകൊണ്ട് പോയി? ഏത് ഊച്ചാളി സഖാവ് അവിടെ കയറി കൂടിയത്? ആർക്കാണ് നിങ്ങൾ ഇത്ര വലിയ മൃഷ്ടാന്റെ ഭോജനം അവിടെ ഒരുക്കിയത്? എന്തുമാത്രം പൈസയാണ് നിങ്ങൾ ദൂർത്തടിച്ചിരിക്കുന്നത്? ഇൻപുട്ട് ടാക്സ് GST ഇനത്തില് നിങ്ങൾ 1 കോടി, ഓഡിറ്റ് റിപ്പോർട്ട് പറയുന്നു 1 കോടി രൂപയ്ക്ക് മുകളിൽ 18% GST ഇനത്തിൽ 18 ലക്ഷം രൂപ ഇൻപുട്ട് ടാക്സ് കിട്ടേണ്ടത്. യാതൊരു ബില്ലും ഇല്ല, GST നമ്പറും കൊടുത്തിട്ടില്ല, ഒന്നുമില്ല. നന്ദഗോവിന്ദം ഭജൻസിന്റെ കാര്യത്തിൽ ദേവസ്വം ബോർഡിന്റെ വിശദീകരണം താങ്കൾ കേട്ടില്ലേ? അതായത് ഇവന്റ് മാനേജ്മെന്റ് ഏജൻസി ദേവസ്വം ബോർഡിന്റെ ചാർട്ടേഡ് അക്കൗണ്ടിന് സമർപ്പിച്ച സ്റ്റേറ്റ്മെന്റിൽ അശ്രദ്ധമായി ഉണ്ടായ ഒരു പിശകാണ് നന്ദഗോവിന്ദം ഭജൻസ് പരിപാടി അവതരിപ്പിക്കുന്ന രീതിയിലൂടെ തെറ്റിദ്ധാരണയ്ക്കിടയാക്കിയതെന്നാണ് അവരുടെ വിശദീകരണം. അശ്രദ്ധമായ പിഴവാണെങ്കിൽ ആ വിജയൻ അസോസിയേറ്റ്സിന്റെ ചാർട്ടേഡ് അക്കൗണ്ടിനെ പിടിച്ചു ചന്തിക്ക് പിഴ കൊടുക്കണം. കാരണം ഒരു ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻവോയിസും കൃത്യമായ ബില്ലും ഇല്ലാതെ ഓഡിറ്റ് ചെയ്യുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഇവർ ഫേക്ക് ബില്ലുണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവുന്നേ. ആ ബില്ല് വെച്ചിട്ടാണ് ആ ചാർട്ടേഡ് അക്കൗണ്ട്. അല്ലാതെ നന്ദഗോവിന്ദം ഭജൻസ് എന്താണെന്നും ഇഷാൻ ദേവ് എന്തെന്നും തിരിച്ചറിയാൻ പറ്റുന്നവരാണോ? അതിനകത്ത് വേറൊരു കാര്യമുണ്ട് ഗോപികൃഷ്ണൻ, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇഷാൻ ദേവിന് പരിപാടി അവതരിപ്പിക്കാനും റിഹേഴ്സലിനും വേണ്ടിയിട്ട് ആർക്കായിരുന്നു മുട്ടി നിന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇഷാൻ ദേവിനെ കൊണ്ടുവന്ന് പാട്ട് പഠിപ്പിച്ച് ഭജന സംഘം പഠിപ്പിച്ച് പരിപാടി അവതരിപ്പിക്കേണ്ട സാഹചര്യം ആർക്കാണ് ഉണ്ടായിരുന്നത്? ഇത് മൊത്തത്തിൽ അടിപിടി തട്ടിപ്പാണ്, ദൂർത്തടിക്കാനായിട്ടുള്ള അവസരമാണ്. ഇവരുടെ PR വർക്ക് നടത്തിയിട്ടുള്ള അയ്യപ്പനെ കാണാൻ ആൾക്കാർ വരേണ്ടത്. ലക്ഷക്കണക്കിന് മനുഷ്യൻ, 10-30 ലക്ഷം മനുഷ്യൻ എല്ലാ കൊല്ലവും ശബരിമല കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നാട് മൊത്തം VN വാസവന്റെയും ശ്രീ പിണറായി വിജയന്റെയും വെളുക്കച്ചിരിയിരിക്കുന്ന നാട് മൊത്തം ഹോർഡിങ്സ് വെച്ചിട്ട് ഇങ്ങനെ ഒരു PR ഷോ നടത്തേണ്ടത് അയ്യപ്പന് വേണ്ടിയിട്ടായിരുന്നു. ഇവർക്കായിരുന്നു PR ഷോയുടെ ആവശ്യം. അയ്യപ്പനെ ഉപയോഗിച്ച് PR ഷോ നടത്താൻ നിങ്ങൾ തീരുമാനിച്ചപ്പോഴേ നിങ്ങളുടെ കാലക്കേട് തുടങ്ങി. എന്ന് നിങ്ങൾ സെപ്റ്റംബർ 20 അയ്യപ്പ സംഗമം പ്ലാൻ ചെയ്ത് അവതരിപ്പിച്ചു തുടങ്ങിയോ അന്ന് മുതൽ നിങ്ങളുടെ കാലക്കേട് ആരംഭിച്ചതിന്റെയാണ് പോറ്റിയും പോറ്റിയുടെ കൂട്ടാളിയും എല്ലാവരും ഈ കൊള്ള സംഘത്തിന്റെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു പറയേണ്ടി വന്നതും പോറ്റിയും കൂട്ടാളികളും നിങ്ങളുടെ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള CPM സഖാക്കന്മാർ ജയിലിലേക്ക് പോയേണ്ടി വന്ന സാഹചര്യം ഉണ്ടായതും അയ്യപ്പൻ കരുതി വെച്ച ശിക്ഷ കൊടുത്തു എന്നാണ് ഞാനൊക്കെ വിശ്വസിക്കുന്നത്. കാരണം ഈ 90 ദിവസം ഇവർ ജയിലിലിട്ടല്ലോ, അത് തന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷ. ഇവരൊക്കെ ഇറങ്ങിപ്പോകും ഗോപികൃഷ്ണൻ. ഇവരെ ഒന്ന് 10-12 കൊല്ലം കഴിഞ്ഞ് കേസിന്റെ ഒക്കെ വിധി വരുമ്പോൾ തെളിവില്ലെന്ന് പറഞ്ഞ് ഇവരെല്ലാം ഇറങ്ങി വരുമ്പോഴും CPM നേതൃത്വം നമ്മളെ നോക്കി ഇളിച്ചോണ്ടി. അന്ന് ഉണ്ടെങ്കിൽ അതിന് മുമ്പ് ഈ സാധനമൊക്കെ തീർന്നു പോയാൽ ഉണ്ടാവത്തില്ല കേട്ടോ, ഇളിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എല്ലായിടത്തും ദൂർത്തടിയാ. നോക്കൂ, ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ 45 ദിവസത്തിനകം റിപ്പോർട്ട് കൊടുക്കണം എന്ന കർശന നിർദ്ദേശത്തിൽ നടത്തിയ ഈ പരിപാടിയിൽ ഇമാതിരി ദൂർത്താണെന്നുണ്ടെങ്കിൽ മറ്റു പരിപാടികളുടെ അവസ്ഥ എന്തായിരിക്കും? ഒരു പ്രമുഖ നടനെ ആദരിക്കാനാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് ലാൽ സലാം എന്തൊരു പരിപാടി നടത്തിയിട്ടില്ലേ? എത്ര കോടി രൂപയെ പൊടിച്ചത്? അതിൻ്റെയൊക്കെ കണക്കെടുത്ത് പരിശോധിക്കണം. ഇവിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷന് സബ് കോൺട്രാക്ട് കൊടുത്തവരുടെ യാതൊരു വിവരമില്ലെന്നാണ് ഓഡിറ്റ് പറയുന്നത്. ആർക്കാണ് കൊടുത്തതെന്നോ അവരുടെ ബില്ലോ ഒന്നുമില്ല.
അപ്പൊ ഇത് മൊത്തത്തിൽ കൊള്ള സംഘമാണ്, കുറുവ സംഘമാണ്. അടിച്ചു മാറ്റി നശിപ്പിച്ച് ശബരിമലയുടെ വിശ്വാസം തകർത്ത് കളങ്കിതമാക്കി ഈ വിശ്വാസങ്ങളെ തകർക്കാനായിട്ട് തീരുമാനിച്ച ഒരു നിരീശ്വരവാദി സംഘം നടത്തിയിരിക്കുന്ന കെങ്കേമമായ തട്ടിപ്പ് നിങ്ങൾ അധികാരമൊന്നും മുമ്പോട്ട് പോകാൻ പോകുന്നില്ല. നിങ്ങൾക്ക് യാതൊരു അധികാരവുമില്ല. നിങ്ങൾ ഊരാളുങ്കലിനെ നിങ്ങൾ TSP ആക്കിയിട്ടുണ്ട്, ടോട്ടൽ സൊല്യൂഷൻ പ്രൊവൈഡർ ആക്കിയിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രി ആയിരിക്കുമ്പോഴാണ് തോന്നുന്നത് അനുമതി കൊടുത്തത്. പക്ഷേ ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷന് ആരാണ് ഈ പദവി കൊടുത്തത്? നിങ്ങൾ ഇതിനെല്ലാം സമാധാനം പറയേണ്ടി വരും CPM നേതൃത്വം, അല്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡ് പറയേണ്ടി വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.